ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ന്യൂസ് ചാനൽ. നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ. എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കൊരുവിധം സുഖമാണ് കേട്ടോ. നമ്മളെ വീഡിയോയിലേക്ക് അടുക്കല്ലേ. ഇത് മക്കളെ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. നമ്മൾ ഏട്ടത്തിൻ്റെ ആടെ അനിയത്തിൻ്റെ ആടെയൊക്കെ കൂടാൻ പോയി പറഞ്ഞ് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയ വീഡിയോ എല്ലാം കാണിച്ച്. ഇന്ന് രാവിലെയും വേണിട്ട് നമുക്ക് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി. അത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തത് ശനിയാഴ്ചത്തെ വീഡിയോ കേട്ടോ. ശനിയാഴ്ച അന്ന് രാവിലെ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ പുറമെ ചോറുണ്ടാക്കി, ചെറുപയറുപ്പേരുണ്ട്, പിന്നെ തക്കാളി വാട്ടിക്കുന്നത്, അതാണ് കോഴിമുട്ടയും പൊരിച്ച് കിട്ടും. ഇതെല്ലാം കൂടി നമുക്ക് വാൻഡയിൽ ഒന്ന് പൊതിഞ്ഞിങ്ങനെ പാർസലാക്കാനുണ്ട്. ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ ഞങ്ങളിപ്പോൾ അങ്ങ് പോരുകയും ചെയ്യും. എന്നപ്പോൾ ഞങ്ങൾക്കും കൊണ്ടുവരാനോ വിചാരിച്ചിട്ടാണ് വേഗം വെക്കുകയും ചെയ്ത് വാൻഡലയും വെട്ടിയാൽ വെളുമ്പി ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. എന്നാൽ പാത്രത്തിലൊന്നാക്കി കൊണ്ടുവരണ്ടേനോ. ഏതായാലും ഇല വെട്ടാൻ പോയതിനെ കൊണ്ടാട്ടോ ഇല വെളുമ്പുന്നത്. മറ്റു പാത്രത്തിലൊക്കെ ആക്കിയാണ് കൊണ്ടുവരല്. ഏട്ടത്തിൻ്റെ ആടെ അനിയത്തിൻ്റെ ആടെയൊക്കെ പോയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വെച്ചിങ്ങനെ പാത്രത്തിലാക്കി ഇങ്ങ് പോരും. പിന്നെ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുത്ത് പിന്നെ പൈക്കുമ്പോൾ തിന്നുകയും ചെയ്യാമല്ലോ. ആണ് നേരം പോലത്തൊക്കെ നല്ല മഴ ഇട്ടോ. ഇന്നലെ ഞാനിങ്ങനെ ദുവായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി എടുത്തിയിലാണല്ലോ ഉള്ളത്. രാവിലെ എണീച്ച് വേഗം പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ പറയും, നല്ല മഴയും പെയ്താൽ നമുക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞ് കുത്തിരിക്കാനോ വേഗം പണിയും ഇല്ലല്ലോ. എല്ലാവരും കൂടി എടുത്തിയിലെത്തുമ്പോൾ നല്ലൊരു സുഖമല്ലേ. ഏട്ടത്തിൻ്റെ മോളുണ്ട്, അനിയത്തിൻ്റെ ഓളെ മോളുണ്ട്, ഞാനും എൻ്റെ മോളും എല്ലാവരും ഉണ്ടല്ലോ. അന്നപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് കുത്തിരുന്ന രസമാണ്. ഏട്ടത്തിൻ്റെ മോനും ഉണ്ടാവും കേട്ടോ. പോലെ നാട്ടിൽ ഇറങ്ങിപ്പോകാൻ എന്തോ ഒരു മടിയാട്ടോ. എത്ര ക്ഷണിച്ചാലും ഇങ്ങനെ പോകാൻ ഇങ്ങനെ മടിച്ച് കളിക്കും. അവിടെ പോയാലാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് പോരാനും തോന്നില്ല. അങ്ങനെ ഇന്ന് പോള് പറയുകയാണ്, മഴ ഇങ്ങനെ പെയ്യുന്ന ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വർത്താനവും കൂട്ടമൊക്കെ പറഞ്ഞ് ഇവിടെ കുത്തിരിക്കുക. മഴയും പെയ്യുന്ന, അല്ലെങ്കിൽ ഇന്നലെ ദുവായിരുന്നു, ഇന്നലത്തെ ദുവാ പഠിച്ചോ സ്വീകരിച്ച് ഇന്നേക്ക് ആക്കി തന്നെന്നൊക്കെ പറയുന്നു. വൈഫൈ വെക്കാൻ വരുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പോരുന്നതും. അതല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി അവിടെ നിൽക്കാനും. നമുക്ക് കഥ പറഞ്ഞ് കുത്തിരിക്കുന്നേക്കാണ് വലിയ ഇപ്പോൾ വൈഫൈ വെച്ച് കിട്ടലാണല്ലോ. എങ്കിലോ ഞാൻ വന്നതിനെ പിറ്റേന്ന് വിളിക്കൽ തുടങ്ങി കിട്ടോ. അപ്പോഴാണ് ഓല് വരുമെന്ന് പറഞ്ഞത്. പിന്നെ ഓല് വിളിക്കുമ്പോൾ നമ്മൾ പോരയില്ലെങ്കിൽ പിന്നെ നമ്മൾ വിളിക്കും പോലെ കിട്ടുകയില്ലല്ലോ. അതൊക്കെ വിചാരിച്ചിട്ടാണ് പോരാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. പിന്നെ ഓലിങ്ങനെ പറയുന്നത് മായിക്കുന്നതും കൊണ്ട് ഓല് വരികയുണ്ടാവില്ല, കേബിള് വലിക്കണ്ടേ, പണിക്കാർ വരികയുണ്ടാവില്ല. ഇതൊക്കെ ശരിയാണ്. പിന്നെയും ഞാൻ വിചാരിക്കുന്നത് മായ ചോർന്ന പോലെ വരികയല്ലോ. ചെറിയ മോൾ ഇതാക്കുന്ന മയം കണ്ട് ആസ്വദിച്ച് നിൽക്കുക കേട്ടോ. ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്ന് ഞാൻ ചോറ് പൊതിയാക്കാൻ നോക്കുകയാണ്. ചോറ് ഉപ്പേരിയും കൂട്ടാനൊക്കെ അയക്കുന്നല്ലോ. കൂട്ടാൻ പിന്നെ അന്നേരത്തേക്കുള്ള കൂട്ടാനല്ലോ കേട്ടോ. ഉച്ചയ്ക്ക് കോഴിക്ക് വേണേൽ വേറെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് വേഗം തക്കാളി വാട്ടിയത്. എനിക്ക് ഇഷ്ടം കേട്ടോ. തക്കാളി വാട്ടിയും ചെറുപയറുപ്പേരിയും കോഴിമുട്ട പൊരിച്ചും കൂടി അല്ലേ പൊതിഞ്ഞൊക്കെയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി തക്കാളി വാട്ടില്ലെങ്കിൽ ചമ്മന്തി ആയാലും മതി കേട്ടോ. ഒന്നര ചമ്മന്തി കഴിഞ്ഞല്ലോ. ഇന്നിപ്പോൾ തക്കാളി വാട്ടിയാക്കിയതാണ്. മഴ തുടങ്ങുന്നതിന് മുമ്പ് ഇല പോയി വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിനെക്കൊണ്ട് സമാധാനമായി. മഴത്തൊക്കെ പുറത്തിറങ്ങാൻ എന്തോ ഒരു മടിയല്ല. മഴ പെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ആ കൊള്ളാൻ എന്തോ ഒരു പേടി തന്നെയാണ്. ഒരു പനിയൊക്കെ കിട്ടിക്കണമെങ്കിൽ അമ്പി പോകുമല്ലോ. പനിച്ചിങ്ങനെ ഒരു മാസം കിടന്നത് ഇപ്പോഴും മറന്നുപോയില്ല. 8 മണിയാകുമ്പോൾ മക്കളെ പത്തിരിയും കറിയും ചായ ആക്കുന്നത്. പിന്നെ അതാ ചോറും ആക്കി ചെറുപയറുപ്പേരി ആക്കുന്നത്. അതോണം തക്കാളി വാട്ടുകയും ചെയ്തതാണല്ലോ. കറി വേണമെങ്കിൽ വെച്ചാൽ അതിൽ ഇന്നലത്തെ ബിരിയാണിൻ്റെ മസാലയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അതും കൂട്ടി തിന്നച്ചാൽ മതി. പെണ്ണുങ്ങൾ തന്നെ ഉള്ളൂ. ആണുങ്ങൾക്കാണെങ്കിലേ കറിയൊക്കെ വേണ്ടി. ആണുങ്ങൾക്കുള്ള കറി ഞങ്ങൾ ഉണ്ടാക്കി തക്കാളി വാട്ടി. നമ്മളെ ഫാമിലി എല്ലാം കൂടി ഒരുമിക്കുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ അല്ലേ. ഇത്ര കഥ പറഞ്ഞാലും തീരെയില്ല. ഇതിപ്പോൾ ഏട്ടത്തി അനിയത്തി വരുത്തിയിലായിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിക്കണം. ഞങ്ങൾ 3 ആളും വരുത്തിയില്ലായിട്ടോ. ഇന്നലെ എല്ലാവരും മെഞ്ഞാന്നെല്ലാവരും ഏട്ടത്തിൻ്റെ ആട് കൂടി, ഇന്നലെ എല്ലാവരും അനിയത്തിൻ്റെ ആട് കൂടി. അങ്ങനെ 2 ദിവസം ഇപ്പോൾ നമ്മളെ പുറകെ അടിച്ച് പൂട്ടി ഏട്ടത്തിൻ്റെ ആട് അനിയത്തിൻ്റെ ആടെയും കൂടിയിട്ടോ. ഞാനൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് പോയത്. അമ്മച്ചിനോട് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ രാത്രി തന്നെ അങ്ങ് പോരും, അതല്ലേ രാവിലെ അങ്ങ് പോരും എന്നൊക്കെ പറഞ്ഞാൽ പോയത്. അവിടെ ചെന്ന് നോക്കുന്നതിന് പിന്നെ അട്ടി മാറിപ്പോയത്. ഒരുന്ന് പോണ്ട, അന്ന് വിടക്കുക, നാളെ അടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഡിമാൻഡ് ആട്ടാനും പറ്റില്ലല്ലോ. ഇങ്ങനെ തോന്നുന്ന പോലെ എത്തി നോക്കുന്നേരം ഞാനും ഇവിടെ നിൽക്കട്ടെ. കുറേ ആയില്ലേ അവരോട് കഥയൊക്കെ പറഞ്ഞ് കുത്തിരുന്നിട്ട്. അതൊക്കെ വിചാരിച്ച് ഞാൻ 2 ദിവസം അവിടെ കൂടി. ഇനിയിപ്പം പരാതി ഉണ്ട്, എൻ്റെ അങ്ങേക്ക് ചെല്ലായിട്ടോ. അമ്മച്ചിൻ്റെ വാശിൻ്റെ അടുത്തേക്ക് കൂടിയില്ല, അവിടെ പോയി നിൽക്കുന്നത്. ഇതുപോലെ എപ്പോഴെങ്കിലും ഒന്ന് അങ്ങും പോയി കൂടി പോകണം കേട്ടോ. അത് ഞങ്ങൾ 3 ആളും കൂടി ഒത്താണ് പോവുകയും ചെയ്യുക. അങ്ങനത്തെ കുടുംബക്കാരൊക്കെ കണ്ടിട്ട് അവിടെയൊന്നും ഞാൻ കയറിയിട്ടില്ല, ആരെയും കണ്ടിട്ടുമില്ല. അമ്മേമ്മൻ കണ്ടിട്ടേ ഉള്ളൂ, അപ്പാപ്പൻ കണ്ടില്ല, അപ്പച്ചിൻ്റെ അനിയൻ കണ്ടില്ലേനു. ഞാൻ കണ്ടിട്ടോ അപ്പാപ്പൻ എന്നെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ കുടുംബക്കാരൊക്കെ ഉണ്ട് പരാതി പറയുന്നോലെ, അവളെ വന്നിട്ട് കണ്ടില്ലല്ലോ എന്നും പറഞ്ഞങ്ങനെ അതൊക്കെ ഒന്ന് കയറിപ്പോര്. മെഷീനി വാഷിൻ്റെ 2 ദിവസം കൂടിയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അങ്ങനെ ചോറ് ഇലയെ പൊതിഞ്ഞിക്കുന്നതിന് പേപ്പർ എടുത്തിട്ട് അതിൽ പൊതിഞ്ഞിട്ടോ. അതിൻ്റെ ഇടയിൽ മേശയൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കുന്നവരാണ് പേപ്പറൊക്കെ കൊണ്ടുപോയി വെച്ചത്. ഞാൻ പേപ്പറിൽ പൊതിഞ്ഞിട്ട് റബ്ബറും കുടുക്കിയിട്ട് വേണം പിന്നെ കവറിലിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുക. എന്നാൽ പിന്നെ വൃത്തിയുടെ ഒന്നും ആകുകയില്ല. പാത്രത്തിൽ കൊണ്ടാണ്ട് ഇലയെ തിന്നുമ്പോൾ പാത്രം കഴുകുകയും വേണ്ടല്ലോ. കൊണ്ടുപോകണവർക്കും സുഖമാണ്. പിന്നെ ബാഗിലാണെങ്കിൽ നല്ലോണം ഒതുങ്ങി നിൽക്കുകയും ചെയ്യില്ല. പാത്രമാകുമ്പോൾ പൊന്തി നിൽക്കുകയും ചെയ്യൂലേ. ഇലയെ പൊതിഞ്ഞ് കൊടുത്താലൊക്കെ സുഖമായിട്ട് തിന്നാൻ ടേസ്റ്റും ഉണ്ടാകും. പാത്രം കഴുകുകയും വേണ്ട. എന്തൊക്കെയോ ഉപകാരങ്ങളില്ലേ. വായൻ്റെ തിന്നുകയാണെങ്കിൽ തിന്നിങ്ങനെ പാത്രം കഴുകണ്ട. പിന്നെ ആണ് ബാഗിലാണെങ്കിൽ നല്ലോണം പരന്ന് നിൽക്കുകയും ചെയ്യും, പൊന്തിയിട്ട് നിൽക്കില്ല. വായൻ്റെ തിന്ന ടേസ്റ്റ് കിട്ടും. അങ്ങനെ മക്കളെ ചോറ് വായൻ്റെ ഇലയിലും പേപ്പറിലും ഒക്കെ ആക്കി പൊതിഞ്ഞ് റബ്ബറൊക്കെ കുടുക്കി കവറിൽ ഇടാൻ കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ കണ്ട് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ. ഒമാനുള്ള ഓരോരു വിവരവും ഇല്ലല്ലോ. വീഡിയോ കാണാനായിട്ടായിരിക്കും കമൻറ്റ് ഇടാത്ത, അതല്ലെങ്കിൽ എന്തോ തിരക്കൊണ്ടങ്ങനെ അയക്കുമെന്ന് വിചാരിക്കുന്നു.
സ്ഥിരമായിട്ട് വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ കണ്ടില്ല നമ്മൾ അന്വേഷിക്കണമല്ലോ, അങ്ങനെ അന്വേഷിച്ചതാണ്. ഒരു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് എങ്കിലും പറഞ്ഞ് പോകണമെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ എത്ര ആൾക്കാരിങ്ങനെ കമൻറ്റ് ചോദിച്ചത് കേട്ടോ, നിങ്ങൾ ഒമാനിലേക്ക് വരുന്നില്ലേ, ഒമാനിൽ നിർത്തിപ്പോയതാണോ, ഒമാനിലേക്ക് പോകണില്ലേ എന്നൊക്കെ. ഇൻഷാ അല്ലാഹ് പോകണം. തൽക്കാലം പോകുന്നില്ല, അപ്പം പോകാൻ പറ്റിയ സാഹചര്യത്തിലല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് പോയിട്ട് വിസൻ്റെ കാലാവധിയൊക്കെ ആകുമ്പോൾ ഒന്ന് പുതുക്കി പോരി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒക്കെ അള്ളാൻ്റെ വിധി പോലെ എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണേ. ഒരു ചോറും പൊതിയും കൊണ്ട് ഒരാൾ പോയിട്ടോ, അടുത്ത ചോറും പൊതി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ചായ കുടിക്കാനുണ്ട്, മയക്ക് ചെറിയൊരു ശമനമുണ്ട്. നമ്മൾ വേഗം വിടണമെന്ന് വിചാരിക്കുകയാണ്. ഇവിടുന്ന് വണ്ടിമേലാണ് കേട്ടോ പോവുക. ഇവിടെ നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ ആളും വണ്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു നടന്ന് പോകാനൊരു മടിയാണല്ലോ. അനിയത്തിൻ്റെ മോള് സാധാരണ ക്ലാസ് പോകുന്നതാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ലീവാണ്. ശനിയും ഞായറൊക്കെ ലീവായതുകൊണ്ട് മഴ നല്ല മഴ അല്ലേ, ഇവിടെ ലോൺ മൂടി പൊതിച്ച് കിടക്കുക കേട്ടോ. അവളൊക്കെ വിളിച്ചോണ്ട് ഞാൻ എണീപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചായ കുടിച്ചിട്ട് ഓൾ ഞാൻ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞാൽ പിന്നെ ഓളിനെ കൂട്ടി കൊണ്ടുപോയത് ഓൾ തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നെങ്ങാൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയത് ഓളാണ്. പിന്നെ ഏട്ടത്തിൻ്റെ മോനും അവിടെ ഉണ്ടാവും. ഓളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരികയും ഉണ്ടാക്കി തരികയൊക്കെ ചെയ്യും കേട്ടോ. പോയാൽ തക്കാളി വാട്ടി ചെറിയ മോൾക്ക് ഇഷ്ടമില്ലാത്തതും കൊണ്ടൊക്കെ വടിച്ച് ഞാൻ ചോറിൽ പറഞ്ഞ് കൊണ്ടുവന്ന് നിൽക്കുന്നു കേട്ടോ. ഒക്കെ അവിടെ വെച്ചിലൊക്കെ വേണ്ടാന്നും പറഞ്ഞ്. ഒക്കെ തക്കാളി വാട്ടിൻ്റെ പുളി ഇഷ്ടമല്ലോ അല്ലേ. എനിക്കാണെങ്കിൽ തക്കാളി വാട്ടിന് നല്ല ഇഷ്ടവുമാണ്. ഫുഡൊക്കെ പാർസലാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും പണിയെടുത്താൽ മതി. 2 ദിവസമൊക്കെ പുര അടിച്ചിടുമ്പോൾ അധികം ഒരു പണിയല്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ പണി തീർന്നില്ല. കൂടുതൽ 2 ദിവസം കൂടി നമ്മൾ പുര നിൽക്കാണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അധികം ഒരു പണി ഉണ്ടാവും. മുറ്റടിച്ച് തരാൻ ഉണ്ടാവും. എന്തെങ്കിലും പൊടിയായിട്ട് അത്തും കൊലായാലും അല്ലെങ്കിൽ വേറില്ലേ പൂച്ച മൂത്രമൊഴിച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. കൊലായിൽ കഴുകാൻ ഇങ്ങനത്തെ കുറേ പണി ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ആ പണികൾ ഇങ്ങനെ എടുത്താൽ വെക്കുന്ന കാര്യത്തിൽ നോക്കണ്ടല്ലോ. അടുപ്പിൻ്റെ അടുത്തേക്ക് തിരെ പോകണ്ടേലോ. അത് തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. വെക്കാനല്ലേ നമുക്ക് പണി, വെച്ചാലല്ലേ പണി ഉണ്ടാകുക. നമ്മൾ അടുക്കളയിലേക്ക് പോയില്ല നമ്മൾ പണി എത്രയോ കുറഞ്ഞിട്ടു. നമ്മൾ വെക്കാൻ പോയിക്കഴിഞ്ഞാൽ പാത്രം കഴിക്കാണ്ടാവും, മുറിക്കാണ്ടാവും, പച്ചക്കറി അരിയാണ്ടാവും, ക്ലീനിങ് ഉണ്ടാവും. നമ്മൾ അടുക്കളയിൽ ഒരു ദിവസം പാടുന്നാൽ നമുക്കൊരു പണി ഉണ്ടാവില്ല. ഇതൊക്കെയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തണം കേട്ടോ. പുറത്ത് ഇങ്ങനെ നല്ലോണം മഴ പെയ്യുന്നല്ലാണ്ട് നല്ലോണം ചൂടെടുക്കുകയും കേട്ടോ. എല്ലാവർക്കും ഉണ്ടല്ലോ ചൂടെടുക്കില്ല. എന്ത് പുതുമാന്ന് ആർക്കറിയാം. നമ്മൾ ആദ്യമൊക്കെ മഴ എത്തിക്കണം, നല്ല തണുപ്പുണ്ടല്ലോ. ഇപ്പം മഴ എത്തിക്കണമെങ്കിൽ ആർക്കും തണുപ്പുമില്ല, എല്ലാവർക്കും ചൂടെടുക്കുക. എന്തോ ഒരു കാലാവസ്ഥ അല്ലേ. ചോറ് വെച്ച് പേര് വെച്ചൊക്കെ പാത്രമൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് മേശൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക കേട്ടോ. നമ്മളൊക്കെ നേടുപ്പാലും മക്കളെ വൃത്തിയാക്കുകയും പണിയെടുക്കുകയും ചെയ്യും. ഇനി അനിയത്തി ആയിക്കോട്ടെ, ഏട്ടത്തി ആയിക്കോട്ടെ, നാത്തൂനായിക്കോട്ടെ, അമ്മച്ചി ആയിക്കോട്ടെ, ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആരും വെറുതെ ആക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും പണിയെടുത്ത് എല്ലാവരും കൂടി ഒപ്പരെടുത്ത് എല്ലാവരും കൂടി ഒപ്പരം ഇരിക്കുക ചെയ്യുക. അല്ലാണ്ട് ഒരാൾ തന്നെ പണിയെടുക്കാൻ നിൽക്കുക, ബാക്കിയുള്ളവർ കഥയും പറഞ്ഞ് കുത്തിന്നാലൊന്നും ശരിയാവില്ല. ഞങ്ങൾ ഇനി അങ്ങും ആയാലും അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾ നാത്തൂനെ കൊണ്ട് തന്നെ ഞങ്ങൾ പണിയെടുപ്പിക്കില്ല. ഞങ്ങളും കൂടിയിട്ട് എടുത്തിട്ട് എല്ലാവരും കൂടി ഇരിക്കുക ചെയ്യുക. ഇനി ഓരോ നമ്മളെ പുരയിൽ എന്നാലും അങ്ങനെ തന്നെയാണ്. ഉമ്മച്ചിയാണെങ്കിലും നാത്തൂനാണെങ്കിലും ഏട്ടത്തിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഉമ്മച്ചിക്കൊക്കെ അല്ലെങ്കിലും ആകെയില്ല. എന്നാലും ഉമ്മച്ചിയും കൊണ്ടാകുമ്പോൾ പോലൊക്കെ ഉമ്മച്ചിയും പണിയെടുക്കും കേട്ടോ. അങ്ങനെ പത്തിരിയും ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വായൻ്റെ പുതിയ കേട്ടോ പത്തിരി കറിയൊരു അളക്കിലും എടുക്കുകയാണ്. ഇതൊക്കെ ഇവിടെ തിന്ന് പോകുകയാണ് കേട്ടോ. എന്നാലും ഇതിന് നാട്ടിൽ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. മുന്നേ പോലെ ടോക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ്. നാട്ടിൽ വന്നതിന് ശേഷം മഴ ആയിട്ടാണോ നോർമൽ കേട്ടോ. വിശപ്പ് ഇത്തിരി കൂടുതലാണ്. രാവിലെ നേരത്തെ ചായ കുടിച്ചാലും പിന്നെ ഒരു ഉച്ചയാകുമ്പോഴേക്ക് ഒരു വിശപ്പാണ്. അന്നപ്പോൾ എന്തെങ്കിലും എന്നിട്ട് കുടിക്കണം. പിന്നെ ഉച്ചക്കത്തെ ചോറും വേഗം തിന്നിട്ടോ. അവിടെ നിന്നാണെങ്കിൽ രാവിലെ ഒന്നും ചായ കുടിക്കുകയില്ലായിരുന്നു. അധികം ദിവസം ചായ കുടിക്കാണ്ട് ഉച്ചക്കത്തെ ചോറ് വേഗം തിന്നലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നോക്കുന്നതിനൊക്കെ സിസ്റ്റം മാറിയിരിക്കുന്നത്. രാത്രിയാണ് ഇവിടുന്ന് ഞാൻ ആദ്യം ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ രാത്രിയൊക്കെ ഇവിടുന്ന് പൈക്കൽ തുടങ്ങി കിട്ടും. അപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിക്കുമോ. അതൊക്കെ ഇനി ടൈം ടേബിൾ മാറ്റിയെടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ പത്തിരിയും കറിയൊക്കെ പാത്രത്തിലാക്കിയതിൻ്റെ പുറമെ അതാ ചെറിയ മോളെ ബിരിയാണി എടുത്ത് പാർസലാക്കി കിട്ടും. ഇന്നലെ വെച്ച ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി ഞാൻ ഒരു നേരം ചൂടാക്കി തിന്നോളി നിൽക്കുന്നു. ബിരിയാണിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ചോറ് വെച്ച് കൊണ്ടുവരുന്നതിനെ കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ചോറ് കൊണ്ടുവന്നില്ല ബിരിയാണി ചൂടാക്കി തിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വിശന്ന് നിൽക്കുകയാണെങ്കിൽ പത്തിരി ഉണ്ടല്ലോ, പത്തിരിയും കറിയും അതും ഇല്ലേ. പൊന്നും എണീച്ച് വരുമ്പോൾ കിക്കി കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ ഞാൻ കെട്ടി പൊഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ ഏട്ടത്തിൻ്റെ അടുത്തുനിന്ന് എടുക്കാനുണ്ടോ. താഴത്തും എത്തല ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ഒരു കോണി ഇറങ്ങി വെച്ചാൽ മതി കേട്ടോ. ഇത്തിരി ഉയരത്തെ അനക്കൊണ്ട് കോണി വെച്ചാണ് അടുക്കള ഭാഗത്ത്. അല്ലാണ്ട് റോഡിന് കയറി ഇറങ്ങുകയും ചെയ്യാം. മുൻപ് കൂടി റോഡുണ്ട്, ബേക്കിലാണ് കോണി വെച്ചത്. അപ്പോൾ അവിടെ പോയി ആ സാധനം കൂടെയൊക്കെ എടുക്കണം. പിന്നെ ഓടെ എണീച്ച് അന്നേരോട് ചായ കുടിക്കാൻ കേട്ടോ. എല്ലാവരെയും ചായ കുടിയൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുക കേട്ടോ. മഴ ചെറുങ്ങനെ പെയ്യുന്നുണ്ട്. അതിനെ കൂടെ കോട്ടിടുകയാണ്. പർദ്ദയും ചുരിദാറൊന്നും ഇടുന്നില്ല. കോട്ടിടുന്നതിനെ കൊണ്ട് ചുരിദാറിട്ടായി ഞാൻ നാട്ടിൽ പോയത്. ഇങ്ങോട്ട് വരുമ്പോൾ മോൾക്ക് പർദ്ദ കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചായിരുന്നു. മഴ പെയ്ത് കോട്ടിട്ടേം കൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോരുകയാണ്. മറ്റൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തി.